ഡ്രോയിങ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്താലോ? ഇത് ഞാൻ മുമ്പ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ അതാണ് ഇപ്പം ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊരു ഡൂഡിൽ ആർട്ടിൻ്റെ ഒരു കളറിങ് വെർഷനാണ് ഇപ്പോൾ ചെയ്യുന്ന ഒരു ആർട്ടെന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്, അതായത് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. നല്ല സമയമെടുത്താണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ട്രെസ് റിലീഫാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്താൽ നമുക്കിതൊരു സ്ട്രെസ് റിലീഫാണ്. നമ്മൾ ബോറടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിത് വരയ്ക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ ചിലർക്ക് ഇത് വരച്ചിട്ട് സ്ട്രെസ് ആകാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സെമി സർക്കിൾസ് വരയ്ക്കുകയാണ്. അതായത് ആ ഒരു പേജ് നിറയെ അടുക്കടുക്കായിട്ട് സെമി സർക്കിൾസ്, ഒരേപോലത്തെ സെമി സർക്കിൾസ്. നിങ്ങൾക്കിതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വരച്ചാൽ മതി. സെമി സർക്കിൾസ് അല്ലാതെ നിങ്ങൾക്ക് സെമി സർക്കിൾസ് വരയ്ക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ. അപ്പം അടുക്കടുക്കായിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഞാൻ വരയ്ക്കുന്ന പോലെ അടുക്കടുക്കായിട്ട് സെമി സർക്കിൾസ് വരയ്ക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു പേജ് നിറയെ അടുക്കടുക്കായിട്ട് സെമി സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെമി സർക്കിൾസിനകത്ത് പെറ്റൽസ് വരയ്ക്കുക. ഒരു ഇതള് പോലെ ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കണം. ഇങ്ങനെ വരയ്ക്കുമ്പം ഇടയ്ക്ക് തെറ്റിയൊക്കെ പോയാലും നമ്മളങ്ങ് വരച്ച് പോകണം. നമ്മൾ ഈ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത് പിന്നെ ഈ ഇതൾ വരയ്ക്കുന്നതാണെങ്കിലും ഇതിനകത്ത് എന്ത് ചെയ്യുന്നതാണെങ്കിലും നല്ല ടൈം എടുത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് ഇട്ടുകൊണ്ട് നമുക്ക് വേഗം ഈ ഒരു വീഡിയോ പോകാനായിട്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. നല്ല സമയമെടുത്തിട്ടാണ് ഇത് വരയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആ സെമി സർക്കിൾസിനകത്തെല്ലാം ഞാൻ ആ പെറ്റൽസ് വരച്ചിട്ടുണ്ട്. ഇനി ആ പെറ്റൽസ് ഒന്നും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്തൊന്ന് ഡിഫൈൻ ചെയ്ത് വരയ്ക്കുകയാണ്. അതായത് അതിൻ്റെ ആ ഒരു ബോർഡർ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കട്ടിക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നമ്മൾ കളറിങ്, അതായത് നമ്മൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഷെയ്ഡ് അപ്പം നമുക്ക് ചെയ്താലും മതി. ഞാൻ പിന്നെ ഇത് വരച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു വരച്ച പെറ്റൽസ് ഒന്നും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്ത് അതിൻ്റെ പുറത്തുകൂടെ ഒന്നും കൂടെ ഒന്ന് വരച്ചു. കാരണം കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മിസ്റ്റേക്കൊക്കെ അതിനകത്തൊന്ന് കവറായി പോയിക്കോളും. ഇനി നമുക്ക് ആ പെറ്റൽസിൻ്റെ പുറമേ ഉള്ള ആ ഒരു സെമി സർക്കിളിൻ്റെ ഭാഗം മുഴുവനും ബ്ലാക്ക് കളർ കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇതെല്ലാം വരയ്ക്കാനായിട്ട് ജെൽ പേനയാണ് യൂസ് ചെയ്തത്, ബ്ലാക്ക് ജെല്ലാണ് യൂസ് ചെയ്തത്. അപ്പം ആദ്യം ഞാൻ ബ്ലാക്ക് ജെല്ല് വെച്ച് തന്നെ ആ ഒരു ഭാഗമെല്ലാം ഡാർക്കൻ ചെയ്തു. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് ഞാനൊരു മാർക്കറിലോട്ട് പോയി. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലാക്ക്, അത് പെന്നാകട്ടെ, സ്കെച്ചാകട്ടെ, ഇപ്പം ബ്രഷ് പെന്നാകട്ടെ, എന്താകട്ടെ അത് നമുക്ക് യൂസ് ചെയ്യാം. ബ്ലാക്ക് ആയിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമ്മൾ പെറ്റൽസിന് പുറമേ ഉള്ള വൈറ്റ് പോർഷൻസ്, സെമി സർക്കിളിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻസ് എല്ലാം നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം ആ ഒരു പോർഷൻസ് എല്ലാം ഞാൻ ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറിങ്ങാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ആ പെറ്റൽസ് ഓരോ ലെവലിലുള്ള, ഓരോ നിരയിലുള്ള പെറ്റൽസിന് ഓരോ കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ പെറ്റൽസിന് കളർ കൊടുക്കാനായിട്ട് കണക്ടർ പെൻസാണ്, അതായത് സ്കെച്ച് പെന്നിൻ്റെ തന്നെ പോലത്തെ സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ട്, ബ്രഷ് പെന്നാവട്ടെ എന്താവട്ടെ അത് കൊടുക്കാം. അപ്പം ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പം ഒരു നിരയിലുള്ളതിനെല്ലാം ഒരേ കളറ്, അതിൻ്റെ തൊട്ടടുത്ത നിരയിൽ വേറൊരു കളറ്, അങ്ങനെ പോകാം. അടുത്തടുത്ത നിരയിൽ ഒരേ കളർ വരരുതെന്നേ ഉള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് കളർ വന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ ഇതും കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇത്രയും പെറ്റൽസിന് അടിക്കണ്ടേ. ഏകദേശം ആ പെറ്റൽസിൻ്റെ കളറിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റിയ, വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റിയ സംഭവമാണ് ഈ ഒരു ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കും സമയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ചും കൂടെ ക്ഷമയോടെ നന്നായിട്ടിരുന്ന് വരച്ചാൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.